ഹലോ എൻ്റെ പൊന്നാര മക്കളെ, പൊന്നുമക്കളെ, ഒരു കാര്യം പറയുകയാണ്. ഞാനൊരു വീഡിയോ അപ്ലോഡ് ചെയ്തിരുന്നു. മദനിയം ഉസ്താദ്, അതായത് മദനിയം ഉസ്താദ് ഓതുന്ന സിക്റും പറയുന്ന സലാത്തും തെറ്റെന്നല്ല. ഞാൻ പറഞ്ഞത് ഉസ്താദ് സിക്ർ എടുക്കുമ്പോഴും സലാത്ത് പറയുമ്പോഴും സൈഡിൽ ഒരു സ്കാനർ വെക്കുന്നുണ്ട്. ആ സ്കാനർ കാരണം എൻ്റെ ഒരു ഫ്രണ്ടിൻ്റെ ഭാര്യ ഈ ഫ്രണ്ട് അയച്ചു കൊടുത്ത വീട്ടിൽ ചെലവിനെന്ന് പറഞ്ഞ് അയച്ചു കൊടുത്ത പൈസ ബറക്കത്തിന് വേണ്ടി ഉസ്താദിന് അയച്ചു കൊടുക്കുകയാണ്. ഓക്കെ, അപ്പോൾ അത് തെറ്റാണെന്നാണ് ഞാൻ പറഞ്ഞത്. കാരണം ഉസ്താദ് അവിടെ മദനിയം ഉസ്താദ് സൈഡിൽ സ്കാനർ വെച്ചത് കൊണ്ടാണ് എൻ്റെ ഫ്രണ്ടിൻ്റെ ഭാര്യ മദനിയം ഉസ്താദിന് പൈസ കൊടുക്കാൻ കാരണം. അപ്പോൾ ഉസ്താദിനോട് ഞാൻ 2-3 ചോദ്യം ചോദിച്ചു. എന്തിനാണ് നിങ്ങൾ ദിക്റിന്റെ മജ്ലിസിൽ അല്ലെങ്കിൽ സലാത്തിന്റെ മജ്ലിസിൽ സ്കാനർ വെക്കുന്നത്? അങ്ങനെ പറഞ്ഞ് ഞാനൊരു വീഡിയോ ക്ലിപ്പും കൂടി സൈഡിൽ വെച്ചു. മദനിയം ഉസ്താദ് ഇതുവരെ പിരിച്ച പൈസ കൊണ്ട് വലിയൊരു കൊട്ടാരം പോലെ ഒരു വീടുണ്ടാക്കി. നിങ്ങൾക്ക് എന്ത് കിട്ടി? നിങ്ങൾ പൈസ കൊടുത്ത് എന്തെങ്കിലും ബറക്കത്ത് നിങ്ങൾക്ക് കിട്ടിയോ? അങ്ങനെ ഒരു വീഡിയോ ഇടുമ്പോൾ പൊന്നാര മക്കളെ നിങ്ങൾ നോക്കണം, 30,000 ആൾക്കാർ ഈ വീഡിയോ കണ്ട് അതിൽ 234 ലൈക്കാണ്. കാരണം ഞാൻ പറയാം, 234 ആൾക്കാർക്ക് അറിഞ്ഞു ഞാൻ പറഞ്ഞത് സത്യം. അതായത് ഞാൻ പറഞ്ഞത് സ്കാനർ എന്തിന് വെക്കുന്നു, സലാത്ത് പറഞ്ഞോളൂ. മദനിയം പോലെയുള്ള ഉസ്താദ് അങ്ങനെ ഒരു സ്കാനർ വെച്ച് കഴിഞ്ഞാൽ ആ സ്കാനറിലേക്ക് പോകുന്നത് കോടിക്കണക്കിന് രൂപയാണ്. ഓക്കെ, എല്ലാവരും അയച്ചു കൊടുക്കലുണ്ട്. അധികം അയച്ചു കൊടുക്കുന്നത് പട്ടിണി പാവങ്ങളാണ്. പാവപ്പെട്ട ഒരു മനുഷ്യൻ ഒരു ദിവസം പണിക്ക് പോയി കഴിഞ്ഞാൽ അദ്ദേഹത്തിന് കിട്ടുന്നത് 600-700 രൂപയാണ്. അപ്പോൾ ഇദ്ദേഹം എന്ത് ചെയ്യുന്നു? മദനിയം ഉസ്താദിന്റെ സ്കാനറിലേക്ക് കിട്ടിയതിന്, അതായത് 600 കിട്ടിയെങ്കിൽ 500 അതിലേക്ക് അയക്കുന്നു. കാരണം എന്താണ്? ബറക്കത്ത് കൊണ്ട് പിറ്റേ ദിവസം എനിക്ക് ആരെങ്കിലും 1000 കൊണ്ട് തരുമെന്ന് വിചാരിച്ച്, അന്ധവിശ്വാസത്തിൽ. ഓക്കെ, അപ്പോൾ അതിൻ്റെ താഴെ വന്ന കുറച്ച് കമൻറ്റ് ഞാൻ വായിച്ചുതരാം. അതായത് 425 കമൻറ്റിൽ 400 കമൻറ്റും എനിക്കെതിരെ നെഗറ്റീവാണ്. എന്തിന് ഉസ്താദിനെ ചോദ്യം ചെയ്യുന്നു എന്ന് പറഞ്ഞ് ഒരൊറ്റ കാര്യം പറയുകയാണ്, നിങ്ങൾ മനസ്സിലാക്കണം. അതായത് ഉസ്താദ് പറയുന്ന സലാത്തിനും ഉസ്താദ് ഓതുന്ന ഖുർആനിനും ഞാൻ എവിടെയും എതിർ പറഞ്ഞിട്ടില്ല. ഓക്കെ, ഞാൻ എതിർ പറഞ്ഞത് എന്തിനാണ് സ്കാനർ വെക്കുന്നത്. പിന്നീട് ഉസ്താദിനോട് ഞാൻ ചോദിച്ചു, നിങ്ങൾക്ക് പള്ളിയിൽ ഇരുന്ന സലാത്തില്ലേ കൂടെ, അതല്ലേ കൂലിയായിട്ടുള്ള ഒരു പരിപാടി. ഇങ്ങനെ വീട്ടിനുള്ളിൽ AC ഇട്ട് എന്തിനാണ് സലാത്ത് മജ്ലിസ് എടുക്കുന്നത്? ഒരു കാര്യമാണ്, ആൾക്കാരെ മണ്ടന്മാരാക്കി ഇഷ്ടം പോലെ പൈസ പോക്കറ്റിൽ വരണം. അപ്പോൾ കുറച്ച് കമൻറ്റ് ഞാൻ വായിക്കാം, അതിനുള്ള കൃത്യമായ ഉത്തരവും ഞാൻ കൊടുക്കാം. ഓക്കെ, നീ എത്ര ഒച്ചയിട്ടാലും മദനിയം മജ്ലിസ് കാണുന്ന ഒറ്റ ഒരാളുടെയും മനസ്സ് മാറുകയില്ല, 100% ഉറപ്പ്. ഓക്കെ, നിങ്ങൾ കണ്ടോളൂ. മദനിയം മജ്ലിസ് നിങ്ങൾ കാണണ്ടെന്ന് ഞാൻ എവിടെയെങ്കിലും പറഞ്ഞിട്ടുണ്ടോ? കണ്ടോളൂ, ഒരു പ്രശ്നവുമില്ല. നിങ്ങളോട് ഞാൻ പറഞ്ഞത് ആ സ്കാനറിലേക്ക് പൈസ അയച്ചു കൊടുക്കണ്ട എന്നാണ്. പൈസ അയച്ചു കൊടുത്താൽ അദ്ദേഹത്തിൻ്റെ പോക്കറ്റ് ഫുള്ളാവും, നിങ്ങളുടെ പോക്കറ്റ് കാലാവും. ഓക്കെ, ബറക്കത്ത് നിങ്ങൾക്ക് കിട്ടണമെങ്കിൽ നിങ്ങൾ ഹിന്ദു ആയാലും മുസ്ലിം ആയാലും ക്രിസ്ത്യൻ ആയാലും നിങ്ങൾ ഏത് ദൈവത്തിലാണ് വിശ്വസിക്കുന്നത് ആ ദൈവത്തോട് ചോദിച്ചാലേ കിട്ടും. അല്ലാതെ മദനിയ ഉസ്താദിന്റെ ബാങ്ക് അക്കൗണ്ടിലേക്ക് നിങ്ങൾ അയച്ചു കൊടുത്തു കഴിഞ്ഞാൽ ഒരു പുണ്ണാക്കും നിങ്ങൾക്ക് കിട്ടൂല. ഓക്കെ, 100 കണക്കിന് തങ്ങന്മാർക്ക് വീടുണ്ടാക്കി കൊടുത്തത് അബ്ദുൽ ലത്തീഫ് സഖാഫി. അതായത് ഇവിടെ പറയുന്നത് ഉസ്താദ് വെറുതെയല്ല പൈസ മേടിക്കുന്നത്, 100 തങ്ങന്മാർക്ക്, അതായത് 100 കണക്കിന് തങ്ങന്മാർക്ക് വീടുണ്ടാക്കി കൊടുത്തു എന്നാണ് ഈ കമന്റ് പറയുന്നത്. പൊന്നാര ചങ്ങായി, ജസ്റ്റ് നീ ഒന്ന് ചിന്തിച്ചോ. ഇങ്ങേര് 100 വീട് ഉണ്ടാക്കി കൊടുക്കണമെങ്കിൽ ഇദ്ദേഹത്തിൻ്റെ അക്കൗണ്ടിൽ എത്ര പൈസ വന്നിട്ടുണ്ടാവും? ഒരു വീടിന് മിനിമം 10 ലക്ഷം നമ്മൾ പിടിക്കാം. അപ്പോൾ 10 വീടിന് എത്രയായി? 100 ലക്ഷം. ഓക്കെ, അപ്പോൾ 100 വീടിന് എത്രയായി? നിങ്ങൾ തന്നെ മനസ്സിലാക്കണം. അപ്പോൾ ഇത്ര കോടിക്കണക്കിന് രൂപ ഇങ്ങേർക്ക് എവിടെ നിന്ന് കിട്ടി? ഈ വീടുണ്ടാക്കി കൊടുക്കുന്നത് ഇങ്ങേരുടെ പോക്കറ്റിൽ നിന്നാണോ? അല്ല, നിങ്ങൾ സ്കാനറിൽ അയച്ചു കൊടുക്കുന്ന പൈസ എന്ന് നിങ്ങൾ പറയും. അപ്പോൾ ഞാൻ പറയുന്നത് കോടിക്കണക്കിന് പൈസ വരുമ്പോൾ 100 വീട് ഇങ്ങേര് ഉണ്ടാക്കി കൊടുക്കുന്നത് സത്യമാണ്. ബാക്കി പൈസ ഇങ്ങേര് എടുക്കുന്നു. നിങ്ങൾ തന്നെ ചിന്തിക്കണം, ഇങ്ങേര് 100 വീട് ഉണ്ടാക്കി കൊടുക്കണമെങ്കിൽ എത്ര പൈസ ആയിട്ടുണ്ടാവും ഇദ്ദേഹത്തിൻ്റെ അക്കൗണ്ടിലേക്ക് വരുന്നത്? കണ്ണിൽ പൊടിയിടാൻ വീടുണ്ടാക്കി കൊടുക്കുന്നില്ല എന്ന് ഞാൻ പറയുന്നില്ല. പക്ഷേ ആ വീട് ഉണ്ടാക്കി കൊടുക്കണമെങ്കിൽ എവിടെ നിന്നാണ് പൈസ? ഇത്രയധികം പൈസ നിങ്ങൾ അയച്ചു കൊടുത്തു, ഇദ്ദേഹം എവിടെ വെക്കാനെന്ന്. പിന്നെ എല്ലാവരും ചോദിക്കുമല്ലോ നിങ്ങൾ എന്ത് ചെയ്തു? അപ്പോൾ കാണിച്ചു കൊടുക്കാമല്ലോ ഈ വീട്.
ഒരു എക്സാമ്പിൾ പറയുകയാണ്, ഇങ്ങനെ ഈ പരിപാടി തുടങ്ങിയിട്ട് ഏകദേശം 2-3 വർഷമായി. എല്ലാ ദിവസവും ലൈവ് ഉണ്ട്, കരഞ്ഞുകൊണ്ട് ലൈവ് ഉണ്ട്. എല്ലാ ദിവസവും ഒരാൾ 100 രൂപ വെച്ചിട്ട് അയച്ചു കൊടുത്താൽ നിങ്ങൾ ചിന്തിച്ച് നോക്കിയും, അതായത് മില്യൺ കണക്കിന് ആൾക്കാരാണ് ഇദ്ദേഹത്തിൻ്റെ വീഡിയോസൊക്കെ കാണുന്നത്. അപ്പോൾ ഒരാൾ 100 രൂപ എല്ലാ ദിവസവും അയച്ചു കൊടുത്തു കഴിഞ്ഞാൽ 3 വർഷമായിട്ട് എത്ര പൈസയാണ് ഇദ്ദേഹത്തിന് കിട്ടിയത്? അതായത് നിങ്ങൾ ചിന്തിക്കുക, നിങ്ങൾക്ക് സലാത്ത് അദ്ദേഹത്തിൻ്റെ കൂടെ കുറച്ചൊക്കെ പേര് കമൻ്റ് ഇട്ട് പറഞ്ഞത്, അതായത് സ്ത്രീകൾ സീരിയൽ കാണുന്നത് നിർത്തിയിട്ട് ഇദ്ദേഹത്തെ കാണുന്നു എന്നാണ്. പൊന്നാര ഉസ്താദെ, ഒരൊറ്റ കാര്യം പറയുകയാണ്, അന്യ പുരുഷന്മാരെ സ്ത്രീകൾ കാണുന്നത് ശരിയാണോ? അത് തെറ്റല്ലേ? ഓക്കെ, നിങ്ങൾ ദിക്ർ പറയുന്നു, നിങ്ങളെ കാണുന്നു, പ്രശ്നമില്ല, നമുക്ക് അങ്ങനെ വെക്കാം. ഓക്കെ, അപ്പോൾ ഇവരോട് പറയുന്നത്, നിങ്ങൾ ഇദ്ദേഹത്തെ കണ്ടോളൂ, സലാത്ത് ചൊല്ലിക്കോളൂ, പ്രശ്നമില്ല. നിങ്ങൾ എന്തിന് ഈ സ്കാനറിൽ പൈസ അയച്ചു കൊടുക്കുന്നു? ഒരേ ഒരു ചോദ്യമാണ് എനിക്ക് മദനിയം ഉസ്താദിനോട് ചോദിക്കാനുള്ളത്. എത്ര കിട്ടി, എങ്ങനെ ചെലവാക്കുന്നു, ഓരോ ദിവസം എത്ര വരുന്നു, അതിൻ്റെ കണക്ക് നിങ്ങൾ കാണിക്കണം. ഓക്കെ, കേരള ഗവൺമെൻറ്റിനോട് എനിക്കൊരു കാര്യം പറയാനുള്ളത്, മദനിയം ഉസ്താദന്മാർ, പിന്നീട് തങ്ങന്മാർ, സ്വാമിമാർ, പള്ളിയിലച്ചന്മാർ ഇങ്ങനത്തെ പരിപാടി സ്കാനർ വെച്ച് ചെയ്യുന്നുണ്ടെങ്കിൽ അതിനെ അന്വേഷിക്കണം. അത് നമ്മൾ അനുവദിക്കാൻ പാടില്ല. ആ സ്കാനർ വെച്ചുള്ള ഒരു പരിപാടി നമ്മൾ അനുവദിക്കാൻ പാടില്ല. ഓക്കെ, പട്ടിണി പാവങ്ങളാണ് കൊടുക്കുന്നത്, പൈസ ഉള്ള ഒരാൾ പോലും കൊടുക്കൂല. ഓക്കെ, അടുത്ത കമൻറ്റ് ഞാൻ വായിക്കാം. അസൂയക്ക് മരുന്നില്ല, വല്ലാത്ത ജാതി. എനിക്ക് എന്ത് അസൂയാണ് പൊന്നാര മക്കളെ. ഞാൻ ആ വീഡിയോയിൽ പറഞ്ഞത്, അദ്ദേഹത്തിൻ്റെ വീട് നിങ്ങൾ കണ്ടല്ലോ, കൊട്ടാരം പോലത്തെ വീടാണ്. അതിലതായത് ലിഫ്റ്റൊക്കെ ഓട്ടോമാറ്റിക് ലിഫ്റ്റാണ്. മിനിമം ആ വീട് ഉണ്ടാക്കണമെങ്കിൽ 2 കോടി മിനിമം ചിലവുണ്ട്. ഇദ്ദേഹം തങ്ങന്മാർക്ക് 100 വീട് ഉണ്ടാക്കി കൊടുത്ത ഇദ്ദേഹം ഇങ്ങേരുടെ വീട് എങ്ങനെ ഉണ്ടാക്കി കൊടുത്തു? ഇങ്ങേരുടെ വീട് എങ്ങനെ ആയിട്ടുണ്ടാവും? അപ്പോൾ ഞാൻ പറഞ്ഞത്, ബറക്കത്തിന് വേണ്ടി നിങ്ങൾ പൈസ അയച്ചു കൊടുക്കുമ്പോൾ അദ്ദേഹത്തിൻ്റെ പോക്കറ്റിലാണ് ബറക്കത്താവുന്നത്, നിങ്ങൾക്ക് ഒരു ബറക്കത്തും കിട്ടുന്നില്ല എന്നാണ്. പൊന്നാര പ്രേക്ഷകരെ, ഒരു കാര്യം പറയുകയാണ്, നിങ്ങൾ കണ്ടോളൂ. എന്ത് വേണമെങ്കിലും കാണുന്നത് നിങ്ങളുടെ ചോയ്സാണ്. എൻ്റെ വീഡിയോ കാണാം, ഇല്ലെങ്കിൽ എന്ത് വേണമെങ്കിലും കാണാം, നിങ്ങളുടെ ചോയ്സാണ്, നിങ്ങൾക്ക് അതിനുള്ള അധികാരമുണ്ട്. പക്ഷേ നിങ്ങൾക്ക് വേണ്ടിയാണ് ഞാൻ പറയുന്നത്, നിങ്ങൾ സലാത്ത് അദ്ദേഹത്തിൻ്റെ കൂടെ ചൊല്ലിക്കോളൂ, പ്രശ്നമില്ല. 1 രൂപ പോലും നിങ്ങൾ അയച്ചു കൊടുക്കണ്ട എന്നാണ് ഞാൻ പറയുന്നത്. ഓക്കെ, കള്ളന്മാരാണ്, പക്കാ കള്ളന്മാരാണ്. മദനിയം ഉസ്താദ് സ്ക്രീനിൽ മുമ്പിലാണ് ഇങ്ങനെ, ഞാനിപ്പോൾ നിങ്ങൾക്ക് മുമ്പിലാണ് ഇങ്ങനെ പറയുന്നത്. ഇത് ഓഫായി കഴിഞ്ഞാൽ ഞാൻ എങ്ങനെ നിങ്ങൾക്കറിയോ? അതുപോലെ മദനിയം ഉസ്താദ് ഇങ്ങനെ 2 കൈയും നീട്ടി സലാത്ത് പറയുന്ന ഉസ്താദിൻ്റെ ബാക്ക് സൈഡ് എന്ന് നിങ്ങൾക്കറിയോ? ഇഷ്ടം പോലെ പൈസ പോകുന്ന, പൈസക്കുള്ള പരിപാടിയാണ്. 3 വർഷമായിട്ട് ഞാൻ പറയുകയാണ്, നിങ്ങൾ ഒരു 2 മാസമായിട്ട് നിങ്ങൾ ആരും 1 രൂപ പോലും അയച്ചു കൊടുക്കാതിരിക്കും. ഓട്ടോമാറ്റിക്കായിട്ട് സർവൈവർ ഡൗൺ എന്ന് പറഞ്ഞിട്ട് അദ്ദേഹത്തിൻ്റെ ലൈവ് ഇടുന്ന പരിപാടി തന്നെ അവസാനിപ്പിക്കും. ഇഷ്ടം പോലെ പൈസ വരുന്നുണ്ട്. എന്ത്, ഇങ്ങനെ ഒരു ക്യാമറ വെച്ചുകൊണ്ട് ലീഫാലി എന്ന് പറഞ്ഞിട്ട് സലാത്തും സിക്റും ഒക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ ഇഷ്ടം പോലെ പൈസ, ഒരു സൈഡിൽ ഇഷ്ടം പോലെ പൈസ വരുമ്പോൾ ആരെങ്കിലും ഈ പരിപാടി നിർത്തോ? ഒരു കാലത്തും നിർത്താൻ പോകുന്നില്ല. അപ്പോൾ ചെറിയൊരു എക്സാമ്പിൾ പറയുകയാണ്, ഇതിനെ ഗവൺമെൻറ് ജസ്റ്റ് ഒന്ന് ബാൻ ചെയ്ത്, നിങ്ങൾ വിചാരിക്കും, അതായത് ഈ പൈസ അയച്ചു കൊടുക്കുന്ന പരിപാടി ബാൻ ചെയ്ത് കഴിഞ്ഞാൽ ഇയാൾ എഴുതി വെച്ചോളൂ, 1 മാസത്തിനുള്ളിൽ ഈ പരിപാടി നിർത്തിപ്പോകും. പറയും എൻ്റെ തൊണ്ടവേദനയാണ്, അതുകൊണ്ട് ഞാൻ ലൈവ് ഇടുന്നില്ല. മഹാകള്ളനാണ്, ഞാൻ അങ്ങനെ തന്നെ പറയും. ഇദ്ദേഹം ഒരു നല്ല മനുഷ്യനായിരുന്നെങ്കിൽ ഇദ്ദേഹം സ്കാനർ മാറ്റിവെക്കുമായിരുന്നു. അദ്ദേഹത്തിൻ്റെ വീടായി, അദ്ദേഹം 100 വീട് വെച്ച് കൊടുത്തു. വീണ്ടും എന്തിനാണ് ഇദ്ദേഹത്തിന് പൈസ? പൊന്നാര മക്കളെ, നിങ്ങൾ പൈസ അയച്ചു കൊടുക്കുന്നവരോട് എനിക്ക് പറയാനുള്ളത്, നിങ്ങൾ ജസ്റ്റ് ഒന്ന് റോഡ് സൈഡിലൂടെ നടന്നു പോകുക. എത്ര പാവങ്ങളാണ് റോഡിൻ്റെ സൈഡിൽ ഒരു നേരത്തെ ഭക്ഷണം കഴിക്കാനില്ലാതെ, എത്ര പേരാണ് കഷ്ടപ്പെടുന്നത്? അവർക്ക് കൊടുത്തൂടെ എന്തെങ്കിലും? നിങ്ങളുടെ പൈസ അവർക്ക് കൊടുത്താൽ അത് വലിയൊരു പുണ്യമാണ്. ഇങ്ങേർക്ക് എന്തിൻ്റെ കുറവാണുള്ളത്? AC ഫുൾ ടൈമും ഇഷ്ടം പോലെ ഫുഡും. അപ്പോൾ പട്ടിണി പാവങ്ങളായി റോഡ് സൈഡിൽ ഇഷ്ടം പോലെ ആൾക്കാരുണ്ട്, അവർക്കാണ് നിങ്ങൾ പൈസ അയച്ചു കൊടുക്കേണ്ടത്, അല്ലാതെ ഇത്തരത്തിലുള്ള ഉസ്താദന്മാർക്കല്ല. ഓക്കെ, അപ്പോൾ ഏതാണ് ഞാൻ വൈൻഡപ്പ് ചെയ്യുന്നു. ഓക്കെ, ബൈ.